ഉരുണ്ടിട്ട് നീണ്ടിട്ടിരിക്കുന്നതാ. ചാച്ചാന്ന് വെച്ചാൽ അടി ഉരുണ്ടിട്ടും മേലോട്ടും നീണ്ടിട്ടും. പെപ്സി അല്ല. എന്ന് ഉപയോഗിക്കുവോ? ചാച്ച എന്ന് ഉപയോഗിക്കും, ഞാൻ എന്ന് ഉപയോഗിക്കത്തില്ല. ലോലിപോപ്പ് എന്ന് പറയുമ്പോ നിങ്ങൾ ലോലിപോപ്പ് ചപ്പണം. സോപ്പ് എന്ന് പറയുമ്പോ സോപ്പ് മണത്താ മതി. മണക്കണം. റെഡി 1 2 3 സോപ്പ് സോപ്പ്. കഴിക്കണോ? വേണ്ട, എടുത്തോ? ചാച്ചൻ പക്ഷെ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞ 10 മിനിറ്റ് കൂടുമ്പോ അവര് സ്നാക്സ് തരും, അങ്ങോട്ട് ചോദിക്കല്ലെന്നാ. വെള്ളം കൊടുക്ക. സാലഡും പിക്കിളൊക്കെ ഉണ്ടെങ്കിൽ സാറൊക്കെ വേണമെങ്കിൽ കൊടുത്തോളൂ. കമ്പിയാണല്ലേ ബുദ്ധിമുട്ട്? ആ ബുദ്ധിമുട്ട് തോന്നുന്നേ ഇല്ല. എവിടെയെങ്കിലും റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിച്ചോണ്ടല്ലോ, ഇവിടെ ആ റെസ്റ്റോറന്റിൽ നിന്ന് വാ കഴുകത്തില്ല. ഭയങ്കര വൃത്തിയുടെ സ്വഭാവം. എനിക്ക് ഇഷ്ടമല്ല. എന്താ പറയാ, അവിടുത്തെ വെള്ളം അഴുക്ക എന്നാ പറയാ. അവിടുത്തെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കത്തില്ല. അത് പിന്നെ എല്ലാരും പക്ഷെ ചാച്ചന്റെ ഞാൻ പറഞ്ഞ നിങ്ങളൊക്കെ സൗണ്ട് വെച്ച് കേൾപ്പിക്കട്ടെ. നമ്മളെല്ലാരും ദിവസം ഒന്ന് വീതം വിടും. ഇപ്പൊ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി പോ. മനസ്സിലായില്ല, ഞാൻ ക്ലിയർ ആയി കേട്ടില്ല. വേണ്ടേ? അല്ല ഞാൻ സ്പെല്ലിങ് പറയട്ടെ. വേണ്ട, നീ ഒരു സ്പെല്ലിങ്ങും പറയണ്ട. നാട്ടിക്ക് വേറൊരു കാര്യമുണ്ട്. ഒരു കാര്യമുണ്ട്, അത് എനിക്ക് അത്ര ദോഷകരമല്ല കേട്ടോ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയില് എനിക്ക് തോന്നുന്നു ഈ കപ്പിൾസ് അറിയില്ലാത്തതായിട്ട് ആരുമില്ല. കാരണം ഭയങ്കര ഫുഡ് ഭ്രാന്തിയായ ഒരു വൈഫും ആ വൈഫിനെ സഹിച്ചോണ്ടിരിക്കുന്ന ഒരു ഭർത്താവുമാണ് ഇന്ന് എന്റെ കെന്ന ഷോയിലുള്ളത്. അപ്പൊ തന്നെ മനസ്സിലായി കാണും. ഫുഡെന്ന് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ റീൽസ് എടുത്ത് നോക്കിയാൽ തരംഗമായി മാറി കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വന്തം സാറ ആൻഡ് ചാക്കോ. നമസ്കാരം. എല്ലാ ഫുഡെല്ലാം കൊടുത്തിട്ടല്ലേ വന്നേക്കുന്നത്? ഇന്നിച്ചിരി കുറച്ചാണ് കഴിച്ചത്. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഇവിടെ ഉണ്ട് ബാക്കി. ഇത് പണ്ടത്തെ കുഞ്ഞു പിള്ളേരൊക്കെ ഡേ കെയറിൽ കൊണ്ടുപോകാൻ നേരത്ത് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോ അന്നേരം കൊടുക്കണോ ലൈൻ എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഉള്ളതാണ്. ഇത് നേരത്തെ അറിയായിരുന്നോ? കല്യാണത്തിന് മുന്നേ അറിഞ്ഞിരുന്നു ഇത്രയും? എന്റെ കൂടെ വന്നിട്ടൊന്നും ഈ ചോറ് കഴിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് എനിക്ക് ചോറ് അത്ര ഇഷ്ടമല്ലായിരുന്നു. കറുമുറായിട്ടുള്ളതൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. ചോറ് എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ ആ സമയത്ത്. പക്ഷെ സാറയുടെ കയ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട് ഇച്ചിരേ ഉള്ളൂ. അത് ജെനറ്റിക്സാ. കണ്ണ് വെക്കത്തില്ല. പക്ഷെ കൊറേ പേര് കണ്ണ് വെക്കുന്നുണ്ട്. ഞാൻ കൊറേ കമന്റ്സ് കണ്ടു. ഇത്രയും വാരി വലിച്ച് തിന്നിട്ട് ഉണ്ട്. അപ്പൊ എന്റെ അമ്മയും പപ്പ എപ്പോഴും വഴക്ക് പറയും, നീ ഇത്രയും കഴിക്കുന്നൊന്നും ആളുകളെ കാണിക്കാതെ വല്ല രോഗം വരും. അമ്മ കുറെ പണലെടുത്ത് എപ്പോഴും ഉടുപ്പിന്റെ അകത്ത് ഇട്ടേക്കണോന്നൊക്കെ. അല്ല, ഉഴിഞ്ഞിടണമല്ല, പാണല പറിച്ചിട്ട് ഉടുപ്പിന്റെ അകത്ത് ഇടണം, ഇല്ലെങ്കിൽ കണ്ണ് കിട്ടി വരെ തൂറ്റിൽ പിടിച്ചിടണം. എന്ത് ചെയ്യുന്നു? സാറുടെ ഏറ്റവും ഞാൻ നോട്ട് ചെയ്തത്, എനിക്ക് ഹസ്ബൻഡ് ആ ഒരു റീല് കാണിച്ചു തന്നത്, ഒരു ഫണ്ണി വീഡിയോ കാണിച്ചു. അങ്ങനെയാണ് പിന്നെ എന്റെ സജഷനില് സാറയുടെ വീഡിയോ കാണുന്നത്. അപ്പം ഇപ്പൊ എല്ലാവർക്കും ഫുഡ് കഴിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോ തന്നെ ആദ്യം വരുന്ന എനിക്ക് തോന്നുന്നു സാറയുടെ ഒരു ഇതാ. ചിലവർ വിചാരിക്കുന്ന ഒരു കോണ്ടന്റിന് വേണ്ടിയായിരിക്കും അത്രയും വിശപ്പില്ല. ശരിക്കും സാറയ്ക്ക് ഇത്രയും വിശപ്പുണ്ടോ? സീരിയസ്ലി എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ കിട്ടി. ഇപ്പൊ എവിടെയെങ്കിലും പോയി നല്ല ആഹാരമൊക്കെ കഴിക്കാൻ കിട്ടും, അത് മൊത്തമായിട്ട് കഴിക്കാൻ പറ്റില്ല. രാത്രി എനിക്ക് കിടക്കും ഭയങ്കര ഡിപ്രഷനാണ്. അതെനിക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ നാളെ ഒരു പരിപാടിക്ക് പോകും, കല്യാണത്തിന്, അപ്പൊ ഇങ്ങനെ ചിന്തിക്കും, നാളെ എന്നോട് ചോദിക്കും എന്തുവായിരിക്കും ഫുഡ് അവിടെ എന്നൊക്കെ. ആ ടെൻഷനാണ്. നമ്മൾ വിചാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ എന്തോ ഡ്രസ് ഇട്ടോ. ഇവളങ്ങനല്ല. ഇവള് രാത്രി ഫുൾ എന്തായിരിക്കും ഫുഡ്, എല്ലാ ചാച്ചൊന്ന് വിളിച്ചു ചോദിക്കാവോ അവളെന്തോ ഫുഡ് എന്ന്. അങ്ങനത്തെ ടെൻഷനൊക്കെയാ. പിന്നെ ഞാൻ ഒരു കുളിക്കാൻ നേരം ഇപ്പൊ പരിപാടി കഴിഞ്ഞിട്ട് ഇൻ കേസ് എനിക്ക് ആ ഫുഡ് തീർക്കാൻ പറ്റില്ലേ, കുളിക്കാൻ നേരം ഞാൻ ഇങ്ങനെ നിന്ന് കരയും. ഞാൻ അതെന്താ കഴിക്കാഞ്ഞ്, എന്നാലും ഞാൻ എന്താ കഴിക്കാൻ. ഈ നമ്മുടെ ഈ ഷവറിന്റെ അവിടെ നമ്മുടെ ഫേസ് കാണത്തില്ലേ. അപ്പൊ ഞാൻ ഒരു ദിവസം കുളിക്കും, എവിടെയോ പരിപാടിക്ക് പോയിട്ട് വന്നപ്പോ വീട്ടിൽ തന്നെ. അപ്പൊ ഫേസ് ഇങ്ങനെ കാണാലോ ഷവറില്. അപ്പൊ ഞാൻ ഓൺ ആക്കിയ കാര്യം മറന്നുപോയി. അപ്പൊ ഞാനിങ്ങനെ താഴെ നിന്നിങ്ങനെ കരയുവാ. അപ്പൊ എന്റെ ഫേസ് കാണാൻ വേണ്ടി നേരെ മേളിലോട്ട് അങ്ങ് നോക്കിയപ്പോ വെള്ളം വന്ന് കണ്ണെ തന്നെ അങ്ങ് അടിച്ചു. ഷവർ ഓൺ ആണല്ലോ. പിറ്റേ ദിവസം ഫുള്ള് കണ്ണിങ്ങനെ
ഇങ്ങനെ ചുമന്നും കിടക്കും. അത്ര എനിക്ക് ഇതാ വിഷമോ എനിക്ക് കിട്ടിയ ഫുഡൊന്നും കഴിച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ. നമ്മൾ കൊറേ അതെ 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 അതെ. ഇന്റർവ്യൂ കുറച്ച് ലെങ്ത് ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഇവിടെ ഉണ്ടല്ലോ, ഇടയ്ക്ക് ബ്രേക്ക് ഇല്ല. ഇല്ല, ഇടയ്ക്ക് കഴിച്ചോണ്ട് ഇപ്പൊ സാറിന് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, ഫുഡ് കഴിച്ചാലും ഒരു പ്രശ്നമില്ല, നമ്മുടെ പ്രേക്ഷകരൊന്നും പറയത്തൊന്നുമില്ല. അതെ, ഇപ്പത്തെ സാറേനെ ചാക്കോനെയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിലേക്ക് ബാക്കിലേക്ക് പോകുമ്പോ സാറ എന്ന് ചോദിക്കുമ്പോ ആൾക്കാരോട് എങ്ങനെയായിരിക്കും സാറ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാർ എങ്ങനെയായിരിക്കും ആൻസർ പറയുന്നത്? എന്റെ നാട്ടിലൊക്കെ ചോദിക്കുവാണെങ്കിൽ ഭയങ്കര സീനായിരിക്കും. കാരണം എന്നെ നാട്ടിൽ അറിയാത്ത ആൾക്കാരില്ല. ഞങ്ങൾ ശരിക്കും 3 പേരാ. അതില് എന്റെ ചേച്ചി ഭയങ്കര പഠിപ്പിസ്റ്റാ. അപ്പൊ അവള് സ്കൂളിലൊക്കെ ഇങ്ങനെ ലീഡറൊക്കെ ആയിട്ട് ഇങ്ങനെ വരാന്തി കൂടെ പോകുമ്പോ എന്നെ ടീച്ചർ എന്തെങ്കിലും പ്രശ്നത്തിനൊക്കെ പിടിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തും. അപ്പൊ ഇവളിങ്ങനെ പോകുമ്പോ ഞാനും ഇവളെ ഇങ്ങനെ നോക്കും. അപ്പൊ ഇവളിങ്ങനെ പറയും, വീട്ടിൽ വന്നിട്ട് കാണിച്ചു വരാടി എന്നൊക്കെ പറയും. എന്നിട്ട് വീട്ടിൽ പപ്പ വൈകിട്ടാകുമ്പോ ഞങ്ങളെ 3 പേരെ ഇങ്ങനെ ഇരുത്തും, എന്തൊക്കെയാ ഇന്നത്തെ ദിവസം നടന്നേന്ന്. അപ്പൊ ഇവളിങ്ങനെ പപ്പ എടുത്ത് പറയും, ഇവളെ ഇവിടുന്ന് മാറ്റുന്നുണ്ട്, എനിക്ക് നാണക്കേടാ, സ്കൂളിലാണെങ്കിൽ എനിക്കാണെങ്കിൽ നാണക്കേട് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഓൾറെഡി എത്ര സ്കൂൾ മാറിയിട്ടുണ്ട്? ഞാൻ 6 സ്കൂൾ മാറിയിട്ടുണ്ട്. സീരിയസ്ലി. എനിക്ക് അതെന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നെങ്കിൽ ആമ്പിള്ളേരായിട്ട് വഴക്ക് പിടിക്കും. ഞാൻ ഒരു ബുക്കിൽ തന്നെ 7 സബ്ജക്ട് എഴുതുമായിരുന്നു. എനിക്കൊന്ന് 10ാം ക്ലാസ് വരെ ഞാൻ അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ സോഷ്യലിന്റെ ടീച്ചർ പിടിച്ചു. ഞാൻ ബാക്കിൽ ഇങ്ങനെ എഴുതുന്ന പോലെ ഇങ്ങനെ ചുമ്മാ ആശം കാണിച്ചു, പക്ഷെ ഞാൻ എഴുതുന്നില്ല. അപ്പൊ ടീച്ചർ ശ്രദ്ധിക്കുന്നത് മനസ്സിലായപ്പോ ഞാൻ ഭയങ്കര ഓവറായിട്ട് എഴുതുന്ന പോലെ കാണിച്ചു. എല്ലാവരും എന്നെ പിടിക്കത്തില്ലായിരുന്നു. അപ്പൊ ടീച്ചർ വന്നപ്പോ എന്റെ തൊട്ട് താഴെ ഇംഗ്ലീഷിന്റെ എന്തോ, അതിന്റെ മേളിൽ ഹിന്ദിയുടെ, അതിന്റെ തൊട്ട് മേളിൽ ഞാൻ സോഷ്യൽ ചെയ്തു. ഒറ്റ ബുക്കേ എനിക്കുള്ളൂ. അങ്ങനെ പിടിച്ചിട്ട് ടീച്ചറോട് വെളിയിൽ നിർത്തി. അങ്ങനെ ചേച്ചി കണ്ടു, അതും സീനായി. പിന്നെ ഞാൻ ചോറ് കൊണ്ടുപോകത്തില്ല. എന്റെ പപ്പയ്ക്ക് റെസ്റ്റോറന്റ് ആയിരുന്നു, പക്ഷെ ഞാൻ ചോറ് കൊണ്ടുപോകത്തില്ല. അവിടെ പിള്ളേരുടെ ഒരു പാത്രം വാങ്ങിക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കും, എല്ലാവരെയും കറി ഇങ്ങനെ. സീരിയസ്ലി. പേരൻസ് ഒക്കെ കംപ്ലൈന്റ് കൊടുത്തപ്പോ ഇല്ലില്ല, എന്നെ അറിയുന്ന പേരൻസ് എല്ലാം എക്സ്ട്രാ ഫുഡ് എല്ലാവർക്കും കൊടുക്കും. എന്റെ ക്ലാസ്സിൽ മണിക്കുട്ടി, പിന്നെ കുട്ടപ്പൻ, പെടലി, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ടീമുകളുണ്ട്. അവരുടെ നിന്ന് എല്ലാം പോയിട്ട് ഇങ്ങനെ ഞാൻ അതിലെ ഒറ്റപ്പേരാ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു പപ്പയ്ക്ക് റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഞാൻ ബോയ്സുമായിട്ട് വഴക്ക് പിടിച്ചിട്ട് അപ്പൊ പപ്പ എന്താ ടീച്ചർ വിളിക്കും, ഇതുപോലെ പെങ്കൊച്ച് വഴക്കാണ്, ഇവളെ കൊണ്ട് ഒരു രീതിയിലും ഞങ്ങൾക്ക് പറ്റുന്നില്ല, വിജു ഇവിടെ വരെ ഒന്ന് വരണമെന്ന് പറയും. അപ്പൊ പപ്പ ഇങ്ങനെ പൊറോട്ടയൊക്കെ അടിച്ചിട്ട് ദേഹത്ത് ഫുള്ള് പൊറോട്ട മാവൊക്കെ ആയിരിക്കും. അപ്പൊ പപ്പ വരുന്നത് ഒരു 10-20 പൊറോട്ടയും 2 കൂട് ബീഫ് കറിയൊക്കെ ആയിട്ട്. എന്നിട്ട് ഞാൻ വഴക്ക് പിടിച്ച ആമ്പിള്ളേർ എടുത്ത് പോയിട്ട്, അപ്പൊ നദീം എന്ന് പറയുന്നൊരു പയ്യനുണ്ട്, അവന് ഇച്ചിരി ആള് സൈസൊക്കെ. അപ്പൊ അവനെയാണ് എന്റെ ഒരു ഗുണ്ട പോലെ പപ്പ അവിടെ നിർത്തിയേക്കുന്നതാണ്. എനിക്ക് എന്തെങ്കിലും എല്ലാ ആമ്പിള്ളേരും എല്ലാം ചാമ്പിക്കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അവന്റെ കൊടുത്തിട്ട് പറയും, എടാ ഇത് കഴിച്ചിട്ട് നീ എന്താന്ന് വെച്ചാൽ ഈ പ്രശ്നം എല്ലാം സോൾവ് ചെയ്യണം. ഞാൻ അവിടെ ഓർഡർ എടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ വഴക്ക് പിടിച്ച ആരാണോ ഞാൻ കുട്ടപ്പനാണ്ട് കൂടുതൽ വഴക്ക് പിടിക്കുന്നത്, അവന്റെ കൊടുത്തിട്ട് പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇവളുമായിട്ട് വഴക്ക് പിടിക്കുക, നീ ഇതുവരെ കഴിച്ചാൽ ഇതുപോലെ പഠിക്കാൻ നോക്കണം. അങ്ങനെ പപ്പ ഭയങ്കര കൂൾ മൈൻഡാ. ശ്വാസം വിട്ടോ ഞാനിവള് റീൽസിന്റെ മറ്റേ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോകത്തേ ഇല്ല. ഒന്നേ എനിക്ക് ശ്വാസം വിട്ടു, അല്ലെങ്കിൽ ഇവള് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞ് പോവല്ലേ. വേറെ ഉണ്ട്, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരുന്നു. പക്ഷെ ഇവള് വന്നപ്പോഴത്തെ ഞാൻ ഇൻട്രോവേർട്ട് ആയി. ഇവിടെ ചെന്നാലും ഞാൻ ഇങ്ങനെ ഇരിക്കും, ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. പിന്നെ എന്നെ 6ാം ക്ലാസ്സിലെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടത് ഞാൻ ലിഫ്റ്റ് അടിച്ചു പോയി. പപ്പ പൈസ തന്നു, പക്ഷേ ഞാൻ ലിഫ്റ്റ് അടിച്ചു. ഞാൻ നോക്കുമ്പോ എല്ലാ ആമ്പിള്ളേരും അറിയാത്ത ആൾക്കാരെ വിളിക്കുമ്പോ വിളിച്ചു പോകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ പിന്നെ ഉന്തുകൊണ്ട് പോകുന്നത്, ഭയങ്കര ഒന്നാമത് ഇരിക്കാൻ സമ്മതിക്കത്തില്ല കണ്ടക്ടർ. എന്നാലും ഞാൻ കയറി ഇരിക്കും, പക്ഷെ കുറെ തെറി കേൾക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ലിഫ്റ്റ് അടിച്ച് പോവാന്ന്. അപ്പൊ അത് ഞങ്ങളുടെ HMന്റെ അടുത്ത് ആരോ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് പപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഇവളെ ഒട്ടും പറ്റില്ല ഇവിടെ. പിന്നെ എനിക്ക് കൂടുതലും ഫ്രണ്ട്സ് ഒക്കെ ബോയ്സ് ആണ്. അപ്പൊ ഇന്റർവെല് വരുമ്പോ ഞാൻ ബോയ്സിന്റെ ബാത്റൂമിന്റെ വതക്കെ പോയി ഇങ്ങനെ ചാരി നീ, കാരണം എന്റെ കൂട്ടുകാർ വരണമല്ലോ. അപ്പൊ പെമ്പിള്ളേരോട്ടൊക്കെ അങ്ങനെ കമ്പനി ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ഉമ്മാര് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഒരു ദിവസം ഞങ്ങളുടെ ഏതോ ഇംഗ്ലീഷിന്റെ ടീച്ചറാന്ന് തോന്നുന്നു, ലീലമ്മ ടീച്ചറാന്ന് തോന്നുന്നു, ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഇവള് ആണുങ്ങളുമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും ഒക്കെ, ഇതെങ്ങനെ ബിജു ശരിയാവുന്നത്, ഇവിടെ പിള്ളേരൊക്കെ ഒത്തിരി ഉള്ളതല്ലേന്ന് പറഞ്ഞു. പപ്പ ഇങ്ങനെ വന്നിട്ട് എന്റെ അടുത്ത് സ്കൂളിൽ വന്നിട്ട്, എടി എന്തോ അടി കൊച്ചേ ഞാൻ ഈ കേൾക്കുന്നൊക്കെ, ഞാൻ എങ്ങനെ ഇനി അടുത്ത സ്കൂളിൽ നിന്നെ എങ്ങനെ ഞാൻ മാറ്റുന്നു. പക്ഷെ അവിടുന്ന് മാറ്റിച്ചു, പപ്പ തന്നെ മാറ്റിച്ചു. അല്ല, ഇതെല്ലാം ഇങ്ങനെ ഇത്രയും കംപ്ലൈന്റ്സ് കേൾക്കുമ്പോ നമ്മുടെ സ്വാഭാവിക പേരൻസ് നമ്മളെ തല്ലു അല്ലെങ്കിൽ അടിക്കുക ചീത്ത പറയും. അത് ഇല്ല, പപ്പയ്ക്ക് ഞാൻ ഭയങ്കര ട്രാൻസ്പെറന്റ് പപ്പയുടെ അടുത്ത്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും, തെറ്റല്ല, ഞാൻ എന്ത് ചെയ്താലും ഞാൻ പപ്പയുടെ അടുത്ത് പറയാം. അങ്ങനെ പറയാൻ കൊള്ളാത്തതായിട്ടൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പപ്പയ്ക്ക് അറിയാം. അത് ആ ഒരു കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നു എനിക്ക് വീഡിയോസിൽ അങ്ങളെ കാണുമ്പോ. ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ, എന്റെ മോൾ എന്താന്ന് എനിക്കറിയാം. ഭയങ്കര അത് മാത്രല്ല, ഞാനിവളും വഴക്ക പിടിക്കുകയാണെങ്കിൽ ഇവള് ഇങ്ങനെ പപ്പയുടെ അടുത്ത് വിഷമം പറയാം, ഞങ്ങള് വഴക്ക. അപ്പൊ തന്നെ ഇവളുടെ അടുത്ത് സംസാരിച്ചിട്ട് മാറി, പപ്പ എവിടെ മാറി
ഹലോ ചാക്കോ, നീ അങ്ങ് വിട്ടേക്കടാ, ക്ഷമിച്ചേക്ക്, അയ്യോ. കുറച്ച് കഴിയുമ്പോ മിണ്ടിക്കോളും കേട്ടോ. ആ, അവന്മാര് അങ്ങനല്ല, എടാ ചാക്കോ നിനക്കറിയത്തില്ല അവക്ക് ഭ്രാന്താന്ന്. നീ മൈൻഡ് ചെയ്യാതിരുന്നാ പോരെന്ന്. ഒരു ദിവസം ഞാനത് കേട്ടു. ആ, ആ, ഈ ചാച്ചന്റെ ഫോണിൽ എങ്ങനെയോ റെക്കോർഡ് voice വോയിസ്. അയച്ച്. അപ്പൊ ഞാൻ എന്റെ പപ്പ എന്തോ വലിയ ഞാനത് സംഭവം അങ്ങ് കേട്ട്. എന്നെ പൊക്കി അടിക്കുന്നു വിചാരിച്ചിരിക്കുക. ആ, ഒരു ദിവസം ആ വിഷയത്തിൽ പപ്പ എന്നെ ഭയങ്കര കൂളാക്കിയിട്ട് ഇവനെ മാറ്റി നിർത്തിട്ട് സംസാരിക്കും. എടാ നിന്നോടത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അവക്ക് ഭ്രാന്തുള്ളതാന്ന്. നീ എന്തിനാ അവളുടെ അടുത്ത് ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? നീ മൈൻഡ് ചെയ്ത് പോടാന്ന് Okay. ചാച്ചന്റെ അടുത്ത്. ആ, ആ. അപ്പൊ അത്രയും കൂളാ. അത്രയും കൂളാണ്. ഇപ്പൊ ഈ 6th ഇങ്ങനെ ലിഫ്റ്റ് അടിച്ചു പോകുന്നാണെങ്കിൽ ഇപ്പോഴായാലും സാറയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. അല്ല ഞാൻ അല്ല, കഴിഞ്ഞ ഇപ്പോഴും മുന്നത്തോട്ട് ലിഫ്റ്റ് അടിച്ചു. ഞങ്ങൾക്കൊരു ഇത് പത്തനംതിട്ടയിലൊരു കേസിന്റെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരാളുടെ കൂടെ കേറി വരും. എനിക്ക് പോലും ആ പുള്ളി ഏതാന്ന് അറിയത്തില്ല. ഒരു പ്രായമുള്ള ഒരു അപ്പച്ചന്റെ കൂടെ ഞാൻ ചോദിച്ചു ഇതാരാ? അതിപ്പോ ലിഫ്റ്റ് അടിച്ചാണ് അവിടുന്ന്. റീൽസ് കാണുമ്പോ ഇപ്പൊ അടുത്തുള്ള പയ്യനല്ലേ വിളിക്കാത്ത കല്യാണത്തിന് പോയി ഫുഡ് കഴിക്കുന്നു. അത് ഒരു അല്ല, കോൺഫിഡൻസ്. അതാണ് എല്ലാരും വിചാരിച്ച അത് ശരിക്കും മറ്റേ അവര് വിളിച്ചിട്ട് പോയ. പക്ഷെ അല്ല അല്ല, ഇവള് പത്തനംതിട്ട പോയിട്ട് വന്നപ്പോ മഴ പെയ്തപ്പോ അവിടെ കേറിയതാ. മഴ പെയ്തപ്പോ എനിക്ക് ശരിക്കും മഴ പെയ്യുമ്പോ നമുക്കൊരു വിശപ്പില്ലേ? ചെറിയ എനിക്ക് വിശപ്പ് കുളിച്ച് വരും. കഴിയുമ്പം ഉറക്കം എണ്ണീറ്റ് ശരിയാ, കഴിയുമ്പം അതൊക്കെ സമ്മതിച്ചു. ഇല്ലേ സീരിയസ്ലി രാത്രി ഒത്തിരി ചായ കുടിക്കാനോ തോന്നാറ്. എനിക്ക് കട്ടൻ ചായ അല്ല, എനിക്ക് എന്തെങ്കിലും വയറ് നമുക്ക് നിറച്ച് കട്ടൻ ചായ കുടിക്കാൻ തോന്നും. പക്ഷെ അതിന്റെ കൂടെ വേറെ ഓക്കെ. അപ്പൊ ഞാൻ നല്ല മഴയായിരുന്നു. അപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സൈഡിലല്ല. അപ്പൊ ഞാൻ എന്തു ചെയ്യും? കഴിക്കാനാണ് എന്റെ അത്രയും പൈസ ഇല്ല. ഞാൻ വരുന്നിടത്തെല്ലാം ഇങ്ങനെ കഴിച്ച് വരുന്നോട് ചാച്ചന് അത്രയും പൈസ എന്റെ തരത്തില്ല ഇപ്പൊ കുറച്ചാളായിട്ട് സീരിയസ്ലി. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ കുറെ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നു, സെക്യൂരിറ്റി നിൽക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം വെച്ച് എന്തോ പെരുന്നാൾ എന്തോണ്. പിന്നെ ഞാൻ അകത്തോട്ട് അങ്ങ് കയറി. അകത്തോട്ട് കയറിയപ്പോ മനസ്സിലായി കല്യാണമാണ്. പിന്നെ ഞാൻ അങ്ങ് കയറി. സത്യം പറഞ്ഞ എനിക്ക് വിളിച്ച കല്യാണത്തിന് പോലും എനിക്കൊരു മടിയ. ഞാനിങ്ങനെ ചിന്തിക്കുവായിരുന്നു ഇവള് എങ്ങനെ. ഞാൻ ഇവളോട് ചോദിച്ചു, ഇത് നീ എന്തായാലും എങ്ങനെ ഇത്, കാരണം നമുക്ക് ഓരോരുത്തർ ഫേസ് ചെയ്യുമ്പോൾ ഇത് ആരാന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ അവര് ചോദിക്കുക ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളെന്തോ പറയാന്നൊക്കെ. അല്ല ഞാൻ ഓൾറെഡി ഇങ്ങനെ എന്റെ അടുത്ത് വരുമ്പോ ആരെങ്കിലും ചോദിക്കുവാണോ ചെറുക്കന്റെ പേര് പറയണോ പെണ്ണിന്റെ പേര് പറയണോ, അവിടെയാണ് ചെറുക്കന്റെ പെണ്ണിന്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഞാൻ ഇങ്ങനെ അപ്പുറത്തിപ്പുറത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ആരെങ്കിലും പെണ്ണിന്റെ കാര്യം എന്തെങ്കിലും പറയുന്നുണ്ടോ, ചെറുക്കന്റെ കാര്യം എന്തെങ്കിലും. അല്ല, ആ കല്യാണം നടന്ന ചെറുക്കം എന്റെ കമന്റ് ബോക്സിൽ വന്ന അവർ തന്നെ എന്തോ പരിപാടിയായിരുന്നു, ഇവന്റ് അവരുടെ പരിപാടിയായിരുന്നു. അപ്പൊ തന്നെ അവരും മെസ്സേജ് അയച്ച് എന്തോ അവിടെ മൊത്തം ഫേമസ് ആയി. ആ കല്യാണം അങ്ങ് ഫേമസ് ആയി പോയി അല്ലേ? അതില് ടിസ്റ്റ് അത് കഴിഞ്ഞപ്പോ ഇവന്റുകാര് വിളിക്കുക, നിങ്ങൾ വന്നിട്ടൊന്ന് കഴിച്ചിട്ട് റിവ്യൂ പറ. അല്ല അവര് പക്ഷെ വിളിക്കുന്നവർ ഒരു തവണ വിളിക്കത്തുള്ളൂ. കാരണം 3 പേരുടെ പ്ലേറ്റ് എങ്കിലും കൗണ്ട് കുറയായിരിക്കും അല്ലേ? സാറേനെ ഒരു കല്യാണം വിളിച്ചാൽ 3 പേരുടെ പ്ലേറ്റിന്റെ. അത് എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, എല്ലാ ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കാണുന്ന ആഹാരമൊക്കെ നീ കഴിച്ചില്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ എന്താ ആഹാരം കഴിക്കാഞ്ഞേ, എനിക്ക് എന്താ അത് കഴിക്കാൻ പറ്റാഞ്ഞേ, ഞാൻ എന്തുകൊണ്ട് അത് ചെയ്ത് കേട്ട് സഹിച്ചിരിക്കുന്ന ഞാനാ. അപ്പത്തിനും നമുക്കും ഇതാവും. ഞാൻ പറഞ്ഞ നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം, വെളിയിൽ പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട എനിക്ക് അതല്ലായിരുന്നു കഴിക്കണ്ട, അത് കഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നമുക്കൂടെ അങ്ങ് ഇതായി പോകും, ചെയ്യണം, ടെൻഷൻ ആകും. ഇവള് പറഞ്ഞു അയ്യോ പണിപാളി, ഇനി ഇത് ഓർത്തോണ്ടിരിക്കുമല്ലോ. കുറച്ചു നേരം ഇത് തന്നെ ആയിരിക്കും, ഈ സ്റ്റോറി ആയിരിക്കും. പിന്നെ മൊത്തം ഇതായിരിക്കും. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാം. നിങ്ങളുടെ പ്രണയ വിവാഹമാണ് ആൻഡ് കല്യാണത്തിന് മുന്നേ ലിവിങ് ടുഗദർ, അതിനെ ഒരുത്തൻ മോശമായി കമന്റ് ഇട്ടവന് വലിയവരെ വിളിച്ച സാറയാണ്. അപ്പൊ നിങ്ങളുടെ ആ പ്രണയത്തെ കുറിച്ച് പറയാ. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്, എങ്ങനെയാണ് ഇഷ്ടം തോന്നിയത്? ഇനി ചാക്കോ എന്ന് പറയട്ടെ, അത് ബാക്കി എങ്ങനെയാണ് എത്ര സ്കൂൾ 6 സ്കൂൾ മാറി ഇത്രയും തലതെറിച്ചത്, ഇത്രയും വീട്ടുകാർക്കും നാട്ടുകാർക്കും എപ്പോഴും കംപ്ലൈന്റ് തരുന്ന ഈ സാറയുടെ കഥയൊന്നും എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ആ കഥയൊക്കെ ഇതായി കഴിഞ്ഞിട്ടല്ലേ കഥയെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട്. കുറെ കഥകൾ ഇവിടെ അപ്പം തന്നെ എന്നോട് പറഞ്ഞേക്കുന്നത്. എന്നാലും നീ കാരണം ഇവരുടെ അപ്പൻ ഞാൻ ഇവിടെ അടുത്ത് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ആദ്യം ഇവളെ ഇവിടെ അപ്പന്റെ അടുത്താ കൊണ്ടുപോയെന്നെ. ആ പ്രപ്പോസ് ചെയ്ത് ഒരു 2 ദിവസം എന്തോ കഴിഞ്ഞപ്പോ. നിങ്ങൾ എങ്ങനെ കാണുന്നത് പ്രപ്പോസ് ചെയ്യാനുള്ള അതിന് ബാക്കിലേക്ക്? ഞാൻ പഠിക്കുന്നത് ഇവിടെ കടവന്ത്രയിലായിരുന്നു. ഞാൻ കോസ്മെറ്റോളജി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആള് സൗദിയിലായിരുന്നു, ആള് വെളിയിലായിരുന്നു. അപ്പൊ ആള് എന്നെ ഇവിടെ കൊച്ചി വെച്ച് കണ്ടു. അപ്പൊ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തു. അല്ല ഇൻസ്റ്റാഗ്രാം വഴി എന്നെ കണ്ടു. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ റിപ്ലൈ കൊടുത്തില്ല. അപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ആദ്യം മെസ്സേജ് അയച്ചത് ഇഷ്ടമാണെന്ന് തന്നെയാണോ? അല്ലല്ല ഒരു ഇമോജി. അതിലൊരു വിറ്റുണ്ട്. ഞാന് ഞങ്ങള് പ്രണയമെല്ലാം ആയി കഴിഞ്ഞപ്പോ ഞാൻ ചാച്ചനെ എനിക്ക് അയച്ച മെസ്സേജിന് ഒരു സ്റ്റാർ അയച്ചതേ. ആ സ്റ്റാറിന്റെ കൂട്ടത്തിൽ ഒരു 10 പെമ്പിള്ളേർക്ക് ഒരുമിച്ച് നേരെ താഴോട്ട് സെയിം സ്റ്റാർ. അതിൽ ആകെ റിപ്ലൈ തിരിച്ചു വന്നത് എന്റെയും വേറൊരു കൊച്ചിന്റെ മാത്രമേ ഉള്ളൂ.
അപ്പൊ ഞാൻ ചാച്ചന്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ ചാച്ച അപ്പൊ ചാച്ചൻ പറഞ്ഞു ഇത് കിട്ടിയാ പോയാ പോയി ആദ്യം ആരാണോ അത് എന്നുള്ളത്. പക്ഷെ കിട്ടിയപ്പോ ഒരു കിട്ടലായി സാറിന്റെ അക്കൗണ്ട് എങ്ങനെ വന്നു ഇപ്പൊ? അത് ഞാനിങ്ങനെ കൊച്ചിയിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ അവരുടെ ഫാമിലി ആയിട്ട് ഞാൻ അവിടെ ആയിരുന്നു, വീട്ടില് എനിക്ക് അവിടെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് കളമ്പ എന്തൊക്കെ കാക്കനാട് എന്തോ സെർച്ച് ചെയ്ത് ഹാഷ്ടാഗില് ഞാൻ നോക്കിയപ്പോ ഉണ്ട്, കൊള്ളാം എന്നൊരു ഒരു സ്റ്റോറിക്ക് ഒരു റിപ്ലൈ കൊടുത്തേക്കാം, റിപ്ലൈ കൊടുത്ത് അങ്ങനെ. വേറെ ഇവിടെ കൂടെ ഒരു ഫ്രണ്ട് പഠിച്ചിട്ടുണ്ട്, അജിൻ എന്ന് പേര്. ആ ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച എനിക്ക് റിപ്ലൈ ആണെന്ന്. എനിക്ക് അവനെ ഒന്ന് എന്നേലും ഒന്ന് കാണാം. ചാച്ചന്റെ ശരിക്കുള്ള പേര് അജിൻ റെജി ചാക്കോ റെജി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രൊഫൈലിൽ കയറിയപ്പോ ഇത് അജിൻ അല്ല. അപ്പൊ ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ ഇട്ടു, ചേട്ടാ എനിക്ക് തിരിച്ച് റിപ്ലൈ ഇടണ്ട, ഞാൻ എനിക്കറിയാവുന്ന അജിനാന്ന് വിചാരിച്ചാണ്. അപ്പത്തേക്ക് ഉടനെ ചാച്ചൻ ഞാനും അങ്ങനെ തന്നെയാ കേട്ടോ, ഞാനും അങ്ങനെ എല്ലാവർക്കും മെസ്സേജ് അയക്കാറില്ല. അത് കഴിഞ്ഞ് എല്ലാം ആയി കഴിഞ്ഞപ്പോ നോക്കിയപ്പോ കൊറേ നക്ഷത്രങ്ങൾ ഇങ്ങനെ സെയിം ടാഗിൽ തന്നെ. അങ്ങനെ ഒരു റിപ്ലൈയിലാണ് വന്നത്. പിന്നെ എങ്ങനെ ഒരു മൂമെന്റ് ഒരു എപ്പോഴാണ് ഇഷ്ടം പറയാന്ന് തോന്നിയത്? എപ്പോഴാ സംസാരിച്ചു, പിന്നെ മെസ്സേജ് ചെയ്യുമായിരുന്നു. അപ്പം എന്റെ കൂടെ ഞാൻ പറയില്ല ഫ്രണ്ടിന്റെ ട്വിൻസാ, അപ്പൊ ഒരു കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിനെ വെച്ചിട്ട് ചാച്ചൻ ഇങ്ങനെ കുഞ്ഞിന്റെ ഫോട്ടോ അയച്ചു, നോക്കൂ എന്ത് ക്യൂട്ടാന്ന് നോക്കൂ. എന്നിട്ട് ചായ കുടിച്ചിട്ട് കുഞ്ഞിന്റെ ഗ്ലാസ് കൊടുത്തിട്ട് ഞാൻ ചായ കുടിച്ചു കേട്ടോ. എന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കൊച്ചിനോട് ആദ്യം സംസാരിപ്പിക്കാൻ തുടങ്ങി. ഏതാ കൊച്ചിനെ കൊണ്ട്. അപ്പൊ കൊച്ചിങ്ങനെ അപ്പൊ ചെറുതായിട്ട് സംസാരിക്കത്തുള്ളൂ. സാറേ അപ്പൊ ഇവർക്ക് ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അപ്പോഴും വീണില്ല. ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് എന്റെ പപ്പായെ കൊണ്ട് കാണിക്കണം. കാരണം ഇതിന് മുന്നേ കുറെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടംപോലെ റിലേഷൻഷിപ്പ് ഭയങ്കര സീരിയസ് അങ്ങനെയല്ല കേട്ടോ, നമ്മൾ പഠിക്കുന്ന പ്രായമാകുമ്പോ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അപ്പൊ പപ്പ എന്റെ അടുത്ത് പറയും ഇത് എത്രാമത്തെയാ, ഇനി അടുത്ത ഇത് എത്രാമത്തെയാ, അങ്ങനെ പപ്പ എന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ പപ്പയ്ക്ക് വലിയ കാര്യമല്ല എന്റെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന പപ്പയ്ക്ക് അറിയാം, ഇത് ഇവള് കളിക്കുകയാണെന്നുള്ളത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു പപ്പയുടെ അടുത്ത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ അപ്പൊ ബസ് സ്റ്റോപ്പില് ഇങ്ങനെ പപ്പ പറഞ്ഞു നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം, വീട്ടിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ടാറ്റൊക്കെ ഉള്ളോണ്ടേ ജോലിയെല്ലാം റിസൈൻ ചെയ്തു. സൗദിയിൽ ഓൾറെഡി ഞാൻ റിസൈൻ ചെയ്തിട്ടാവുന്നേ. അല്ല തിരിച്ചു പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുടിയൊക്കെ വെട്ടി ഞാൻ ഡീസന്റ് ആയിട്ട് ചെല്ലുവാ. ഡീസന്റ് ആയിട്ട് ചെന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ഡീസന്റ് ആയിരിക്കുന്നു. അപ്പൊ ഞാനൊരു സോഡ നാരങ്ങ വെള്ളം മേടിച്ചു. ഞങ്ങൾക്ക് 300 കൂടെ വാങ്ങിച്ചത് ഇങ്ങനെ കുടിച്ചിട്ട് പപ്പ മനഃപൂർവ്വം ചാച്ചന്റെ തന്നെ ക്ലാസ് കൊടുത്തു വിട്ടു. ചാച്ചൻ ആ ക്ലാസ് കൊടുക്കാൻ പോയപ്പോ തന്നെ പപ്പ പറഞ്ഞു അട്ടർ ഫ്ലോപ്പ് വേണ്ട, വേറെ പണി നോക്കുന്നത്. എന്നിട്ട് ചാച്ചൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും പപ്പ മോനെ കറക്കൊന്നും വേണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ മോനുമായിട്ട് സംസാരിക്കാം, ഇപ്പൊ മോനങ്ങ് പോന്നു പറഞ്ഞു. ഇന്ന് ചാച്ചൻ പോയി. അപ്പം പപ്പയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ള ചാച്ചന് മനസ്സിലായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ കൂടുമ്പം ചാച്ചൻ ഒരു പിന്നെ ഒരു കുപ്പിയുമായിട്ടാ പപ്പയെ കാണാൻ വരുന്നത്. അതൊരു ബ്ലാക്ക് ലേബലായിട്ട്. രണ്ടാമത്തെ വരവിൽ ഞാൻ കയ്യിൽ ഫ്ലാറ്റ് ആയി. ഓക്കെ. അതല്ലേ ഈ സാറ് ഇപ്പൊ കൊറേ ഇപ്പൊ തമാശക്ക് പോലും കുറച്ച് റിലേഷൻ വെച്ചാൽ നമുക്ക് വേറെ ഒരാളുടെ ക്രഷും ഇൻഫാറ്റുവേഷൻ ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ചാക്കോയിൽ എന്താ കണ്ടത്? കാരണം ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണ്, ഒരു ഇൻസ്റ്റാ ത്രൂ ആണ്, ആർക്കും അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അയ്യോ ആള് ജെന്യൂൻ ആണോ സത്യമാണോ, നമുക്ക് നേരിട്ട് തന്നെ ആൾക്കാരെ കാണുമ്പോ തന്നെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ എന്തുകൊണ്ടാ ചാക്കോനെ തന്നെ ഒരു പാർട്ട്ണർ ആക്കിയാ കൊള്ളാം? ശരിക്കും ഞങ്ങള് റിലേഷൻഷിപ്പ് ആവുന്നതിന്റെ മുമ്പേ ഈ ഞങ്ങള് പപ്പായെ പോയി കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ കോണ്ടാക്ട് തന്നെ വെച്ചു. പക്ഷേ റിലേഷൻഷിപ്പ് അങ്ങനെ അങ്ങോട്ടായില്ല. അപ്പം എന്റെ അമ്മച്ചിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ. അപ്പം ആള് വന്ന് വീട്ടിൽ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആയി. കുറച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ച ആളെ അടുത്തെറിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പ്രേമിച്ച ഒരാൾക്കും എന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഇപ്പൊ പൊതുവെ ആമ്പിള്ളേർക്ക് കുറച്ച് ഒതുങ്ങി നടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ കൂടുതൽ ഇഷ്ടം. എനിക്ക് പക്ഷെ അത്ര അങ്ങോട്ട് അഭിനയിക്കാൻ അറിയത്തില്ല. എനിക്കെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ജിൽ അങ്ങനത്തെ ഒരു മൈൻഡാ. അപ്പൊ ചാച്ചൻ അതുമായിട്ടൊക്കെ ഭയങ്കര ഓക്കെ ആയെന്നുള്ളത് എനിക്കൊരു ഫീല് വന്നു. അതായത് എന്നെ ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ തടഞ്ഞു നിർത്തുന്നില്ല, ഇങ്ങനെ ചാടല് അങ്ങനെ. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒതുങ്ങിയല്ല നടക്കുന്നത്, എനിക്കിങ്ങനെ ചാടി അങ്ങനെ നടക്കണം. അപ്പം ഈ ചാച്ചനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്നും നടക്കാൻ എനിക്ക് അറിയത്തില്ല. അപ്പൊ ചാച്ചൻ അതൊക്കെ ഭയങ്കര ആസ്വദിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാനിങ്ങനെ പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ എന്നെ ഞാനായിട്ട് തന്നെ നിലനിൽക്കാൻ അനുവദിക്കുന്നുണ്ട്, അപ്പം എനിക്ക് തോന്നുന്നു ചാച്ചൻ ഓക്കെ ആയിരിക്കും എന്നുള്ളത് എന്ന് പറഞ്ഞു. അപ്പം പപ്പ പറഞ്ഞു ആ പയ്യനൊരു പാവമാന്ന് തോന്നുന്നു, കുറച്ചും കൂടെ ഇടപെട്ടപ്പം നമുക്ക് അത് നോക്കാന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം ചാച്ചന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയപ്പം വീട്ടുകാർ ഭയങ്കര സിമ്പിളുമാണ്.
ഭയങ്കര നമ്മള് എന്തുവാ ഈ നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വീട്ടുകാരാ. അതായത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് അയ്യോ ഇവളെ അങ്ങനെയാണോ, അങ്ങനല്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നെ വിടും. ഞാനിപ്പോ ഉച്ചയ്ക്ക് 12 മണിക്ക് എണീറ്റാലും ഇവർക്ക് പ്രശ്നം ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എനിക്ക് ടേബിളിൽ കൊണ്ട് ഫുഡും ആഹാരം ഒക്കെ വെക്കും. അപ്പൊ അങ്ങനെ നല്ല വീട്ടുകാരാ. അപ്പം പപ്പായിക്ക് ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ അങ്ങനെ അടുത്തത്. ചാച്ച ശരിക്കും ഭയങ്കര പാവാ. റിയലി ഞാൻ സീരിയസ്ലി പറയാ, ഞാൻ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ആൾക്കൊരു കുഴപ്പം. അതുപോലെ പപ്പ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആൾക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. ഇപ്പം പറഞ്ഞില്ലേ ഒരു കമന്റ് വന്നു ഇൻസ്റ്റാഗ്രാമില്, ശരിക്കും ഇങ്ങനെ നമ്മളിങ്ങനെ ചാടിത്തുള്ളി അല്ലെങ്കിൽ കൂടുതൽ ആമ്പിളാർ ഫ്രണ്ട്സ് ആയിട്ട് കിടക്കുമ്പോൾ പൊതുവേ ആളുകൾക്ക് ഒരു വിചാരമുണ്ട് ഈ കൊച്ചി ഇച്ചിരി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ആമ്പിളാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. സീരിയസ്ലി എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആണെന്നോ ഒരു പെണ്ണെന്നോ അങ്ങനെ ഒന്നല്ല. എനിക്ക് എന്തെങ്കിലും നല്ല ആഹാരം കഴിക്കണം, എനിക്ക് ഉള്ള ഒരു ജീവിതം നല്ല അടിച്ചു പൊളിക്കണം, നല്ല ഫ്രണ്ട്ഷിപ്പ്, അതാണ് എനിക്ക്. അപ്പൊ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോ എനിക്ക് വേഗം ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഗൈസ്, സാറേനെയും ചാക്കോനെയും കിട്ടുമ്പോ നമുക്ക് ഗെയിംസ് ഇല്ലാണ്ട് ഇവരെ വിടാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് ഗെയിംസിന്റെ ഒപ്പം ഞാൻ ഇപ്പൊ റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കണ്ട ഒരു റീലാണ് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 2 പേർക്കും ഓരോരോ ലോലിപോപ്പും ഓരോ കഷ്ണം സോപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് 2 പേരും ഇങ്ങനെ തന്നെ പിടിക്കണം, ഇങ്ങനെ തന്നെ പിടിക്കണം. അപ്പം ലോലിപോപ്പ് എന്ന് പറയുമ്പോ നിങ്ങൾ ലോലിപോപ്പ് ചപ്പണം, സോപ്പ് എന്ന് പറയുമ്പോ സോപ്പ് മണത്താ മതി. മണക്കണം. ഒരു മിനിറ്റ് പ്രാക്ടീസ് ചെയ്യട്ടെ. സിമ്പിളാ. ഓക്കെ. സോപ്പ് എന്ന് പറയുമ്പോ സോപ്പേ വായുടെ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഓക്കെ, ലോലിപോപ്പ് ആവുമ്പോ ശരിക്കും വായുടെ ഉള്ളിൽ ഇടണം. സോപ്പ് നോക്കി ഇടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവിടം വരെ വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആരാ ജയിക്കണേ നോക്കാം. അപ്പൊ റെഡി 1 2 3. സ്പീഡ് ആയിരിക്കണം, ഇങ്ങനെ സ്ലോ മോഷൻ ഒന്നും പറ്റില്ല. ചേച്ചി അങ്ങനെ പറയുമ്പോഴേ ടെൻഷൻ ആവുന്നു. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. സോപ്പ്. ഓക്കെ, ഞാൻ സ്പീഡ് പറയും. സോപ്പ്, ലോലിപോപ്പ്, സോപ്പ്. സോപ്പ്, ലോലിപോപ്പ്, ലോലിപോപ്പ്, സോപ്പ്, സോപ്പ്, ലോലിപോപ്പ്, സോപ്പ്, ലോലിപോപ്പ്, സോപ്പ്, സോപ്പ്. പണ്ടേ കള്ളനാ. തൊട്ടടുത്ത് വെക്കരുത്, ഇങ്ങനെ തന്നെ എടുത്തോട്ടെ. ലോലിപോപ്പ്, സോപ്പ്. വായിൽ വെക്കാത്ത എന്താ? ഓക്കെ സോറി. ലോലിപോപ്പ്, സോപ്പ്, സോപ്പ്. നല്ല ഫ്ലേവറായിരിക്കും. അല്ല എനിക്ക് തൂറ്റല് പിടിക്കും. സാറിൽ ഇവിടെ ബാത്റൂം ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, 1 more try. ഓക്കെ, ലോലിപോപ്പ്, സോപ്പ്, ലോലിപോപ്പ്, സോപ്പ്, സോപ്പ്, ലോലിപോപ്പ്, ലോലിപോപ്പ്, സോപ്പ്, സോപ്പ്, ലോലിപോപ്പ്, ലോലിപോപ്പ്, സോപ്പ്, സോപ്പ്, ലോലിപോപ്പ്. നിനക്കില്ല. അതെ, ലോലിപോപ്പ് എടുത്തോ, കുഴപ്പമില്ലല്ലോ. വേണ്ട, എന്നാ സോപ്പ്. അടിപൊളിയായിട്ടുണ്ട്. അറിയാത്തപ്പോ വെച്ചു പോവില്ലേ? അല്ല, സോപ്പിന്റെ വായിക്കകത്ത് പോയാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഗെയിം വെക്കാന്ന് പറഞ്ഞത്. സോ ഗൈസ്, അടുത്തൊരു ബ്ലൈൻഡ് ഫോൾഡിലേക്കാണ്. അപ്പൊ ചാക്ക് ഇത്രേ ഉള്ളൂ. എന്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, കണ്ടല്ലോ. ഇത് സാറിനെ കൊണ്ട് പറയിപ്പിക്കണം. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇത് പറയരുത്, ഇതിങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കാന്നല്ലേ. അങ്ങനെ ഈ ഉത്തരം ഞങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ചാക്ക കണ്ടു. ഓക്കെ, ഇനി സാറിനെ കൊണ്ട് പറയിപ്പിച്ചോളൂ. ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഏറ്റവും ഇഷ്ടമാണോ? എല്ലാ ദിവസവും ഞാൻ എനിക്കത് വേണം. എന്താന്ന് പറഞ്ഞോട്ടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അതും പറയാൻ പറ്റില്ല. നിനക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഫുഡാണോ? ഫുഡാണോ? ചിക്കൻ ലെഗ് പീസ് അല്ല, ആ ഒരു വേർഷൻ അല്ല. വെർഷൻ അല്ല. ഫുഡ് അല്ല. ജ്യൂസ് ആണോ? ഷേക്ക് ആണോ? ഫുഡിന്റെ ഒന്നും അല്ല. ഫുഡിന്റെ പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ വേർഷൻ ഒന്നും അല്ല. കറുമുറയാണോ? ബിസ്ക്കറ്റ്? അല്ല, നിനക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് അത്. നിനക്ക് ഇഷ്ടമുള്ള സാധനമാണ് ആ ഇതൊക്കെ ഇവിടെ ഫുഡേ അല്ല. നീ അതിന്റെ ഒരു ഇത് വെച്ച് നീ എന്നെ ഇടയ്ക്ക് എന്നെ ഷേപ്പ് ഒക്കെ പറഞ്ഞു കൊടുത്തോ? ഉരുണ്ടിരിക്കുന്നതാ. ഉണ്ടയാണോ? എന്താ ഉണ്ടൊന്നും അല്ല. അതിൽ ആ ഒരു ഇതേ അല്ല. ബോണ്ട അല്ല, റൗണ്ട് ഷേപ്പാണ്. റൗണ്ട് ഷേപ്പാ. ഉരുണ്ടിരിക്കുന്ന റൗണ്ട്. നിനക്ക് ഇഷ്ടമുള്ള സാധനമാണെന്ന്. കളർഫുള്ളാ. നിനക്ക് ഇഷ്ടമുള്ള എന്തോ ഉള്ളത്? ഉരുണ്ടിരിക്കുന്ന ഇഷ്ടമുള്ളതോ?
എനിക്ക് ഞാൻ എങ്ങനെ ചാച്ചാ അത് പറയുന്നേ? അത് ഇത് കഴിക്കുന്നതാണ്. അത് കഴിക്കുന്നത്. ആ ലഡു അല്ല, അല്ല ഐസ്ക്രീം, ആ, ബോൾ ഐസ്ക്രീം. അത് ഇനി കൂട്ടിരിക്കുന്ന ഇതിന്റെ ഉത്ഭവം എവിടെന്നാന്ന് പറഞ്ഞോ? അത് മരത്തിൽ നിന്നുണ്ടാവുന്നതാ. നിനക്ക് ഇഷ്ടം പേരൊക്കെയാണോ? നിനക്ക് ഇഷ്ടമുള്ള എന്തോ അടി. അല്ല അല്ല അല്ലേ? അല്ല ആ സെഗ്മെന്റ് ആ സെഗ്മെന്റില് ടൈം ഔട്ട്. കാണിച്ചു അതെന്താ? നോക്കാം, നോക്കിക്കോ. സോറി, കണ്ണോർന്നു. അല്ല നോക്കണ്ട, ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്താ അടി? അത് പറയണ്ട ഇപ്പൊ ലാസ്റ്റ് ക്യാച്ച് ചെയ്യോ? ആ. ഞാൻ അറിഞ്ഞു തരാം സാറേ. ഞാൻ ക്യാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്താ അത്? ഇത് ഓറഞ്ച്. അയ്യോ, ആ. ഓറഞ്ച്. മറ്റേ മയോണൈസ് മുക്കി അതെ അതെ അതെ, അതുമെല്ലാം പറയണം. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ആർക്കാന്ന് അപ്പൊ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് എനിക്ക് കേട്ടോ. അതവിടെ വെച്ചോ. ഓക്കെ, അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ്. ഓക്കെ, ആ എടി ഇത് നീ ഉപയോഗിച്ചിട്ടുള്ള സാധനമാ. ഉപയോഗിച്ചിട്ടുണ്ട്. കൊച്ചിലെ കൊച്ചിലെ ഉപയോഗിച്ച ഡയപ്പർ ആണോ? അല്ല, ഇത് കൊച്ചു പിള്ളേർ ഒരു പ്രായം കഴിയുമ്പോ പിന്നെ ഇതാ ഉപയോഗിക്കുന്നത്. അത് നീ എപ്പോഴും അപ്പുന്റെ ഒരു ഇത് പറയും, പോയിട്ട് വരുമ്പം. മതി മതി മതി, സ്റ്റോറി ഒന്നും പറയണ്ട. വേറെ പോയിട്ട് വരുമ്പം അല്ല അല്ലേ? ഇത് നീ ഉപയോഗിച്ചിട്ടോ, കൊച്ചു പിള്ളേർ ഉപയോഗിക്കുന്ന ഒരു പ്രായം കഴിയുമ്പത്തേന്. ആ നിപ്പിളൂപ്പി അല്ലേ? അപ്പു ഉപയോഗിച്ചല്ലേ? കാണിച്ചേ. എന്താ കാണിക്കാനേ? എല്ലാം കാണിക്കണം കൊച്ചിന്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇവർക്ക് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഇത് ഈയിടെ ഞാൻ നിനക്ക് ആവശ്യമാന്ന് പറഞ്ഞായിരുന്നു. എനിക്കോ? ബ്രഷ് ആണോ? സെഗ്മെന്റാ. പിന്നെ വെള്ളം മൗത്ത് വാഷ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞു, കറക്റ്റ് ആയിട്ട്. ഫുഡ് എല്ലാം വായിക്കാതിരുന്നപ്പോ ചാച്ചാന്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ കൊണ്ടുപോട്ടോ, കൊണ്ടുപോയിക്കോ ചേട്ടാ ഇതാണ് എനിക്ക് ലാസ്റ്റ് തന്നു വിടാന്ന് പറഞ്ഞത്. അപ്പൊ ഫുഡല്ല, ഇത് ആവശ്യമായിരുന്നു. അതാവശ്യം, മറ്റേ ഫ്യൂച്ചറിൽ ആവശ്യം വരും നിങ്ങൾക്ക്. അല്ലാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആവശ്യപ്പെടും. ഓക്കെ, നെക്സ്റ്റ്. ഇതെങ്ങനെ ഇവക്ക് പറഞ്ഞു കൊടുക്കുന്നു? നീ ഈയിടെ ഇത് വീട്ടിൽ വെച്ച്, ഇത് അമ്മ ഉപയോഗിക്കുന്ന ഒരു സാധനം അവിടെ വീട്ടില്. ഈയിടെ അത് എടുത്തായിരുന്നു നീ? അമ്മ ഉപയോഗിക്കുന്ന, ഇങ്ങോട്ട് വാ. അത് പറയ പോലെയല്ല. എന്തോ ഞാനത് എപ്പോഴും ഇടുവോ? അല്ല, ഇത് നീ ഉപയോഗിക്കാൻ, ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഞാൻ ഉപയോഗിക്കത്തില്ല. ഷേപ്പ് ഒക്കെ പറഞ്ഞു കൊടുത്തോ? ഷേപ്പ് ഇങ്ങനെ നമ്മള് രണ്ട് വിരല് ഉപയോഗിക്കുന്ന എന്തോ നമ്മളിങ്ങനെ, നീ ഈയിടെ അത് വെച്ച് എന്തോ ചെയ്തായിരുന്നു നീ. ഇത് വേറെ എന്തോ അമ്മ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. രണ്ട് വിരല് വെച്ച് ചെയ്യുവോ? എന്നുവെച്ചാ ഒരു കയ്യില് തന്നെ രണ്ടുപേരെ വെച്ച് ഒരു സംഭവം ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്നയാ. പിന്നെ കയ്യോറയാണോ? അല്ല, അമ്മ അങ്ങനത്തെ ഉപയോഗിക്കുന്ന വേറൊരു സാധനം. കയ്യറ കൂട്ട് തന്നെ രണ്ട് കൈ വെച്ച് സ്ക്വീസ് ചെയ്യുന്ന എന്തായാലും അങ്ങനത്തെ അതെന്തോ? പിന്നെ സ്ക്വീസർ, അരിപ്പ. അല്ല, ഇത് ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുന്ന. പിന്നെ എന്തോ തേങ്ങ? അമ്മ ഉപയോഗിക്കുന്ന സാധനമാണെന്ന്. അമ്മ മാത്രമേ ഷാർപ്പായിട്ടുള്ള. അതിന്റെ ചായത്തിൽ എന്തൊക്കെയാ പറയാ? രണ്ട് വിരല് വെച്ച് ഉപയോഗിക്കും. രണ്ട് വിരല് വെച്ചല്ല, പിന്നെ നീ എടാ ഒറ്റ കയ്യിലല്ലേടാ അത് ഉപയോഗിക്കുന്നത്? ഒറ്റ കയ്യില് രണ്ട് വിരല് വെച്ച് ഉപയോഗിക്കുന്നല്ലേ? ഇങ്ങനെ അല്ലേ? ഓക്കെ, വെരി ഡിഫിക്കൽട്ട്. ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇത് അവക്ക് ഇത് ഞാൻ ഇടയ്ക്ക് ഇടത്തില്ലേ? ഞാൻ ഇടയ്ക്ക് കഴിക്കുമ്പോ ഞാൻ ഈ സാധനം എടുത്തോണ്ട് വരാൻ പറഞ്ഞ അടുക്കള വിടുവായിരുന്നു നിന്നെ. കഴിച്ചോണ്ടിരിക്കാൻ നേരത്ത് കഴിക്കുന്ന സാധനം അല്ലല്ല, കഴിക്കുന്ന സാധനം ഞാൻ നിന്നോട് പറയണ്ടി അതിങ്ങ് എടുത്തോണ്ട് വരാൻ പറയും. അല്ലല്ല, ഷേപ്പ് പറഞ്ഞു കൊടുത്തു. ഷേപ്പ് മറ്റേ നീണ്ടിരിക്കുന്ന സവാള അല്ലെങ്കിൽ പിന്നെ പച്ചമുളക്. പച്ചമുളക് അല്ല ഇത്. ആ എക്സാക്ട് പേര് അറിയില്ല. പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽമുളക്. ആ ടൈപ്പ് തന്നെ ചെറിയ. ഞാൻ പറയട്ടെ, ബ്രൗൺ കളറിലും മറ്റേ കുരുടനായിട്ടിരിക്കുന്ന ഒരു ഉപ്പുള്ള. കഴിച്ചു, അത് തന്നെ കഴിച്ചു. കഴിക്ക്, ചവയ്ക്ക്. വേണ്ട,
ആ അത് തന്നെ അത് തന്നെ. ഓക്കെ ഞാൻ ശരി വിളിച്ചു. ഓക്കെ. ഇനി ചേഞ്ച് സാറാ കണ്ണയച്ചോളൂ. അയ്യോ, ആ. എനിക്കുണ്ടോ? ആ ഇനി ചാക്കോ കണ്ണു കെട്ടുക. അതെ സാറയുടെ പ്രോപ്പർട്ടി ഒക്കെ അതെ അവിടെ തന്നെ. ഞാനിത് ഏത് യൂണിവേഴ്സിലാ? അതെ അത്രയും പൈസ ആയിട്ട് കിട്ടി. കണ്ണ് അപ്പൊ കാണുന്നില്ല. നോക്കാൻ പാടില്ല. നീ ഇങ്ങോട്ട് പാടാ കൊച്ചു കള്ള. നിക്കേ, ഇവനെ കള്ളനാ. ഒന്ന് റെഡി ആക്കട്ടെ. ശരിക്കും അങ്ങ് കെട്ടിക്കോ. ചാച്ച എനിക്ക് കറക്റ്റ് ക്ലൂ തന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാനും തരത്തില്ലേ. അയ്യോ, റിവഞ്ച് അല്ല കേട്ടോ. അത് അത് ഇതെത്ര? 4. ആ കണ്ട് ഇതെത്ര? അയ്യോ, ഇതെത്രയാ? അത് 2. ഓക്കെ മുക്കി അറിയുന്നു. ഓക്കെ. ഇത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പാടില്ല. ഇല്ല. ഷേപ്പും കളറും എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്. ഓക്കെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. ആ ഓക്കെ പറഞ്ഞു. ചാച്ച ആ സാധനം ഞാൻ ഉപയോഗിക്കേയില്ല. ഷൂ. പിന്നെ ആ സാധനം എല്ലാ ഗേൾസും ഉപയോഗിക്കും, പക്ഷെ ഞാൻ ഉപയോഗിക്കത്തില്ല. പിന്നെ ചാച്ചൻ അത് ഉപയോഗിക്കും. ഡാനിച്ചാൻ എപ്പോഴും അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പറയും, ആ സാധനത്തെ പറ്റി. ഒരിടത്ത് വണ്ടി പോയപ്പോ ആ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ചാച്ച വാങ്ങിച്ചു കൊടുക്കും. വെള്ളമല്ല, ഞാൻ ഉപയോഗിക്കത്തില്ല ആ സാധനം അങ്ങനെ. ചാച്ചന് ഉപയോഗിക്കും. പിന്നെ ഡാനിച്ചാൻ എൻ്റെ അടുത്ത് വണ്ടിയിൽ പോയപ്പോ അത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞ് നമ്മള് വീടിന്റെ അവിടുത്തെ ഒരു കടയിൽ നിന്ന് അത് വാങ്ങിച്ചു കൊടുത്തു ജോഹാനെ കൊണ്ട്. ചീപ്പ് ചീപ്പ്. ആ ചീപ്പ്. ഓക്കെ കോമ്പ് കോമ്പ്. കോമ്പ്. ഓക്കെ. ആ ഇത് നമുക്ക് ദിവസേന വേണം, പക്ഷെ ഞാൻ അത് ഉപയോഗിക്കത്തില്ല. ചാച്ചൻ തന്നെ അത് ഉപയോഗിക്കുന്നത്. ചാച്ച ഞാൻ അത് ഉപയോഗിച്ചില്ലേ വഴക്ക് പറയാം, എന്നിട്ട് ചാച്ചൻ തന്നെ അത് എടുത്തോണ്ട് പോയി ചെയ്യും. ആ ഇന്ന് അങ്ങനെ എല്ലാം ചെയ്തോ? ഇന്ന് രാവിലെയും കൂടെ ചെയ്തു. ഷാമ്പു ആണോ? ഷാമ്പു അല്ല, വേറെ അതിന്റെ ഉപകരണത്തിന്റെ എന്തെങ്കിലും ഇത് പറയട്ടെ. ഇതെങ്ങനെ ഇതിന്റെ പ്രോസസ്സിങ് വേണ്ട, ഇത് പറയാൻ പറ്റില്ല. ഇതിന്റെ വേറെ എന്തെങ്കിലും ഇത് പിന്നെ ഇലക്ട്രോണിക് സംബന്ധമായ ഒരു കാര്യമാ. ഹെയർ അല്ല, ഞാനത് ചാച്ച ഞാൻ ചെയ്യാത്തതിന് ചാച്ച എപ്പോഴും വഴക്ക് പറയുന്നേ. എന്താ ചാച്ച വഴക്ക് പറയാൻ എന്ത് കാര്യാ? ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ എന്നോട് എപ്പോഴും പറയാം, നീ അത് ചെയ്യത്തില്ല, അത് 2 പീസ് തീരുന്നിടം വരെ. അത് 2 പീസാക്കാൻ പറ്റും, അത് തീരുന്നിടം വരെ കളിച്ചോണ്ടിരിക്കുമെന്ന് പറയും. ചാച്ച ദിവസവും ചാച്ചന് ചെയ്യുന്നത് എന്താ, രാവിലെ രാത്രി കടക്കാറാവുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നേ? ഫോൺ കുത്തിയിടുവോ? അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. ഇത് കറക്റ്റ്. ഇത് ഞാൻ ഒറ്റ ഡയലോഗ് പറയത്തുള്ളേ. താപ്പോട്ടല്ല മേപ്പോട്ട് വലി, മേപ്പോട്ട് മേപ്പോട്ട്. അതിനെന്താ നമ്മൾ ഉപയോഗിക്കുന്നേ? താപ്പോട്ടല്ല മേപ്പോട്ട് വലി, മേപ്പോട്ട് വലി. ചാച്ച നമ്മൾ അതിനെന്താ ഉപയോഗിക്കുന്നേ? താപ്പോട്ടല്ല മേപ്പോട്ട് വലിക്കാനോ? നമ്മള് ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്കും. ജ്യൂസ് എന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ ഇല്ല ഇല്ല. ഇതും ഞാൻ കൊണ്ട് കളയുന്ന ഒരു സാധനമാണ്, പക്ഷെ ചാച്ചൻ ഉപയോഗിക്കും. നമ്മൾക്ക് ഡെയിലി ആ സാധനം വേണം. പിന്നെ ആ സാധനം കൂടുതൽ യൂസ് ചെയ്യുന്നത് ചാച്ചനാണ്. എന്നുകൊണ്ട് കളയും, വല്ലപ്പോഴും ഒക്കെ കൊണ്ട് കളയും. ഇതിന്റെ ഷേപ്പ് കാണാന് ഇച്ചിരി ഉരുണ്ടിട്ട് നീണ്ടിട്ടിരിക്കുന്നതാ. ചാച്ചാന്ന് വെച്ചാ അടി ഉരുണ്ടിട്ടും മേലോട്ടും നീണ്ടിട്ടും. പെപ്സി അല്ല, താഴെ കറുത്തതാ. എന്ന് ഉപയോഗിക്കുവോ? ചാച്ച എന്ന് ഉപയോഗിക്കും, ഞാൻ എന്ന് ഉപയോഗിക്കത്തില്ല. ചിരിക്കുകയും കൂടെ ചെയ്യുന്നോണ്ട്. ഇല്ല ഇല്ല ഇല്ല, ചാച്ച എന്ന് ഉപയോഗിക്കും, ഞാനത് വല്ലപ്പോഴും ഉപയോഗിക്കത്തുള്ളൂ. താഴെ ഇച്ചിരി കറുത്തിട്ട് ഉരുണ്ടിട്ട് മേളിലോട്ട് വരുമ്പോ നീണ്ടിട്ട് കുറച്ച് കളർ പറയാവോ? കളർ ഒരു ഇച്ചിരി ഗോൾഡ് കളർ പോലെ ഇരിക്കും. ചാച്ച അതാണെങ്കില് അതില്ലാതെ നമുക്ക് എങ്ങോട്ട് പോവാൻ പറ്റത്തില്ല. അതില്ലാതെ നമുക്ക് എങ്ങും പോവാൻ പറ്റത്തില്ല. ഇതൊരു പവറാണ്. അതിനൊരു പവർ ഉണ്ടോ അതിന്? അതില്ലാതെ സ്റ്റാർട്ടിങ് ഇല്ല. ചാച്ച ഇത്രയും പറഞ്ഞിട്ട് ചാച്ച താഴെ അത് നമുക്ക് ദിവസം എവിടെയെങ്കിലൊക്കെ പോവാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ചാച്ച താഴെ ഉരുണ്ടിട്ട് മേളം നീണ്ടിട്ട് താഴെ ഭാഗം കറുത്തത്. ചാച്ചൻ എല്ലാ ദിവസവും ഉപയോഗിക്കും, ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കത്തുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോവാനുള്ള സാധനം. മനസ്സിലാകുന്നില്ല ചാച്ച. നമ്മള് ദിവസം എങ്ങനെ വല്ലയിടത്തോട്ട് പോകുന്നത്? നമ്മള് ഒരുങ്ങി എന്നിട്ട് നമ്മൾ എങ്ങനെ പോകും?
നമ്മൾ സ്കൂട്ടർ അപ്പൊ സ്കൂട്ടറെ പോണെ നമുക്ക് എന്ത് വേണം? താക്കോല്. എന്റെ പൊന്ന്, ഇതിലും ഫാർ ബെറ്റർ ഞാൻ തന്നെ കേട്ടോ. ഞാൻ അമ്മാരി സാധനം പറഞ്ഞു തന്നെ. ഇത് കറുത്ത് ഉരുണ്ടിട്ട് നീണ്ടിട്ട് ഇത് എളുപ്പമായിരിക്കേ. ഇതാണ് ചാച്ചനും പപ്പയും കൂടുതലും ഒരുമിച്ച് കൂടുമ്പോ യൂസ് ചെയ്യാറ്. ഗ്ലാസ് അല്ല, ഗ്ലാസിനോട് അടുത്ത് വരുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഇത് എപ്പോഴും യൂസ് ചെയ്യും. ചാച്ചന് ഈ ഫ്ലേവർ ഇഷ്ടമാണ്. പിന്നെ ഇത് സൈഡായിട്ടൊക്കെ യൂസ് ചെയ്യാം. സൈഡായിട്ടോ? സൈഡായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതാണെങ്കിൽ എല്ലാ കല്യാണത്തിനും കിട്ടും. ഐസ്ക്രീമോ? അതിന്റെ തന്നെ വേറൊരു ഫാമിലി തന്നെ വേറൊരു, അതിന്റെ ഫാമിലി അല്ല, ആ ഒരു ഇതിൽ വരും. പിന്നെ ഇത് എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ഇത് കുറെ നാളിങ്ങനെ ഇരിക്കും. പിന്നെ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഷേപ്പ് വേണ്ടല്ലേ, ഇത് ഭയങ്കര ലൈഫ് ആയിരിക്കും. അത് പറഞ്ഞൊന്നും മനസ്സിലാവത്തില്ല. അതായത് നമ്മൾ ഇത് ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കും. മാങ്ങാച്ചാറാണോ? അതിന്റെ വേറൊരാള് നാരങ്ങാച്ചാർ. ഞാനാ ബെറ്റർ. ഇപ്പൊ മനസ്സിലായി ഇതേതാ യൂണിവേഴ്സ്. അതല്ല, ഞാൻ നിനക്ക് അത് നല്ല കൂവാന്ന്. നീ എനിക്ക് എന്ത് പിന്നെ അതെങ്ങനെ ഞാൻ പറയും? ഇവർ പറഞ്ഞു അതിന്റെ പർപ്പസ് പറയല്ലേ. പിന്നെ ഷേപ്പ് അല്ലേ പറയാൻ. ആ താക്കോല് കാണിച്ചേ ഇങ്ങോട്ടൊന്ന്. ഇത് കണ്ടോ, താഴെ ഭാഗം ഉരുണ്ടിട്ട് ഏഴ് ഭാഗം ഉരുണ്ടിട്ട്. ഇല്ല, ഞാൻ അത് പറയത്തില്ല. ഓക്കെ അപ്പം